ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ മാസം, അതായത് സെപ്റ്റംബർ മാസം വരാൻ പോകുന്ന 6 പുതിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. കഴിഞ്ഞ മാസം ഒരുപാട് ലോഞ്ചസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷേ ഈ മാസം എന്തായാലും അങ്ങനെയല്ല, ഒരുപാട് നല്ല നല്ല വണ്ടികൾ എന്തായാലും വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ആദ്യം വരുന്ന വണ്ടി വെച്ച് തുടങ്ങാം. അതാണ് മാരുതി സുസുക്കിയുടെ പുതിയ SUV. ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് സെപ്റ്റംബർ 3 എന്നുള്ളത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് വണ്ടിയാണ്, ഏത് വണ്ടിയാണ്, എങ്ങനത്തെ വണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പേര് വിക്ടോറസ് എന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചിലപ്പം എസ്ക്യൂഡോ എന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് പേരുകളിൽ എന്തെങ്കിലും ഒന്നായിരിക്കും. എസ്ക്യൂഡോ എന്ന് പറഞ്ഞ പേരിൽ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടാണ് ഇതിൻ്റെ പേര് വിക്ടോറസ് എന്നായിരിക്കും എന്നുള്ള റൂമർ വന്ന് തുടങ്ങിയത്. ഏതായാലും സംഭവം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന അതിൻ്റെ ഒരു ഇത്തിരി ലെങ്ത്ത് കൂടിയ മോഡലാണ്. പക്ഷേ അരീന ഡീലർഷിപ്പ് വഴിയായിരിക്കും ഈ വണ്ടി വരുന്നത്. ഗ്രാൻഡ് വിറ്റാര നെക്സ് ഔട്ട്ലെറ്റ് വഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി പ്രീമിയം പ്രൈസ് പോയിന്റിലാണ് കിട്ടുന്നത്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അരീന ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ലെങ്ത്ത് മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും നമ്മുടെ ഗ്രാൻഡ് വിറ്റാര 7 സീറ്ററായിട്ട് അവർ ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് ഇത്തിരി ഓവർഹാങ് ഒക്കെ കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും ഇതൊരിത്തിരി പ്രൈസ് കുറഞ്ഞിട്ടായിരിക്കും വിൽക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രോങ്സ് ഇംപ്രസ ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട്. രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒരു 50,000 രൂപയൊക്കെ ഈ വണ്ടിക്ക് നമുക്ക് കുറവായിട്ട് കൊടുത്താൽ മതിയാവുമായിരിക്കും. പക്ഷേ ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് K15C കിട്ടും. അതുപോലെ തന്നെ ഹൈബ്രിഡ് പവർ ട്രെയിനും കിട്ടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ 2-3 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്താൽ മതി. വണ്ടി എപ്പോഴത്തേക്കും ലോഞ്ച് ചെയ്യും, കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ ഈ വിറ്റാരയുടെ ലോഞ്ച് ഉണ്ടാവും എന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിപ്പം ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും ഒക്ടോബർ അല്ലെങ്കിൽ നവംബറൊക്കെ ആകുമ്പോഴേ ഈ വിറ്റാരയുടെ ലോഞ്ച് ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൊഡക്ഷൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വേറെ കാര്യം. ഇനി അടുത്ത വാഹനം നമ്മുടെ സിട്രോയിൻ്റെ ബസാൾട്ട് X എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ C3 X എന്ന് പറഞ്ഞ വണ്ടി കഴിഞ്ഞ മാസം കണ്ടു. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അവർ പ്രൈസ് അധികം കൂട്ടിയില്ല, ജസ്റ്റ് 14,000 രൂപ 15,000 രൂപയുടെ അടുത്തൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിലും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ പ്രോക്സി സെൻസിറ്റീവ് എൻട്രി എക്സിറ്റ് ഒക്കെ തന്നെ കിട്ടും. അതായത് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും, ദൂരേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. അതുപോലെ എക്സ്ട്രാ ആയിട്ട് ബാക്കിൽ നമുക്ക് ലെതറിറ്റ് ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നുണ്ട്. ബാക്കിൽ ആംബ്രസ്റ്റും അതുപോലെ മൊത്തത്തിൽ ലെതറിറ്റ് അപ്ഹോൾസ്റ്ററിയാണ് വരുന്നത്. ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ടാനിൻ്റെ ഫിനിഷ് ആയിരിക്കും ഇനി ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. ഡാഷ്ബോർഡിലാണെങ്കിലും നമുക്ക് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സ്ക്രീൻ സൈസിൽ ഓട്ടോ AC സംഭവത്തിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഓട്ടോ ഡിമിങ് എയർ വീംസ് ആയിക്കോട്ടെ. പിന്നെ എൻ്റെ ഒരു ഇതിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് അവർ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം എന്തായാലും ലെതറഡ് സീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് അതിൻ്റെ കൂടെ നല്ലൊരു അഡീഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് കണ്ടറിയാം, സിട്രോയിൻ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഫീച്ചേഴ്സൊക്കെ ഇവർ കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിയോ എന്നുള്ളതാണൊരു പ്രശ്നം. ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. അധികം പ്രൈസ് കൂട്ടാതെ തന്നെ ഇവർ ഇഷ്ടംപോലെ ഫീച്ചേഴ്സിന് ഇപ്പോൾ പുതിയ വണ്ടിയിൽ ആഡ് ചെയ്യും. പിന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിൽ വ്യത്യാസം ഉണ്ടാവില്ല. സെയിം 1.2 എന്ന എഞ്ചിനും 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. പവർ ഫിഗേഴ്സും വ്യത്യാസമില്ല. ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 5 സോ നമ്മൾ ആദ്യം സെപ്റ്റംബർ 3, സെപ്റ്റംബർ 5 കണ്ടു. ഇനി അടുത്ത സെപ്റ്റംബർ 6 ഇറങ്ങാനിരിക്കുന്ന 2 വാഹനങ്ങളാണ്. നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ വണ്ടികളാണ്. ഈ കഴിഞ്ഞ ജൂലൈ 15 ഇതിന് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയതായിരുന്നു. ഭാരത് മൊബിലിറ്റി ഷോയിൽ ഒരു വണ്ടി കാണിച്ചതാണ്. അങ്ങനെ കുറേ സ്റ്റേജസ് ആയിട്ട് പതുക്കെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. ഈ 2 വണ്ടികളും ഏതായാലും ഒറ്റ ദിവസം തന്നെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് VF7 നോക്കാം. കാരണം ഇത് അവരുടെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിപ്പം കാണുമ്പോൾ സൈസ് തോന്നിയാലില്ലെങ്കിലും വണ്ടി 4.6 മീറ്റേഴ്സിന് ജസ്റ്റ് താഴെ ലെങ്ത് ഉള്ള ഒരു SUV ആണ്. 1.9 മീറ്റേഴ്സിന് തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ വിഡ്ത്തും വരുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതും നമുക്കിവിടെ CKD യൂണിറ്റ് പോലെയായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഫുള്ളി ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും 2 വണ്ടികളും ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഏകദേശം ഒരു 40 to 50 lakhs ഇടയിലായിരിക്കും ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫീച്ചേഴ്സായിട്ട് നമുക്ക് 15 inches ഇൻപുട്ടിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിന് പകരം ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ഓട്ടോ AC ആയിക്കോട്ടെ, അതുപോലെ പാനോറമിക് ഗ്ലാസ് റൂഫ് ആയിക്കോട്ടെ, ലെവൽ 2 ADAS ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, ഇലക്ട്രിക് സീറ്റ്സ്, ഇലക്ട്രിക് പവർ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഈ വണ്ടി ടോട്ടലി ഫീച്ചർ പാക്ഡ് ആണ് നമ്മൾ VF6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
ഇനി ബാറ്ററി കൺഫിഗറേഷനും പവർ ഫിഗേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 75.3 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. അതിൽ വ്യത്യാസമില്ല, പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് രണ്ട് വെർഷൻസ് അവൈലബിൾ ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ 201 bhpയും അതുപോലെ 310 Nm ടോർക്കുമാണ് വരുന്നത്. 9.5 seconds എടുക്കും 0 to 100 km എത്താൻ. 450 km ആണ് WLTP ക്ലെയിംഡ് റേഞ്ച്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. ഇനി നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് മോഡലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല പവറുണ്ട്, 348 bhpയും 500 Nm ടോർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ക്ലെയിംഡ് റേഞ്ച് 420 km അടുത്തോട്ട് വരും, കാരണം അത്രയും പവർ കൂടുതലാണ്. പിന്നെ ബാറ്ററി ആണെങ്കിലും റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ഹാരിയർ റിവ്യൂവിൽ വരുന്ന 75 kWh ബാറ്ററി പാക്കും XC90 വരുന്ന 79 kWh ബാറ്ററി പാക്കുമാണ്. ഏകദേശം അത്രയൊക്കെ തന്നെ ഇതിനുള്ളൂ. പക്ഷേ 0 to 100 5.8 സെക്കൻഡ്സിലാവും, അത്യാവശ്യം ഫാസ്റ്റാണ്. ഹാരിയർ റിവ്യൂ B6 ഇതിനേക്കാളൊക്കെ ഫാസ്റ്റാണ്. ഓൾ വീൽ ഡ്രൈവ് ആണ്, പിന്നെ ഹാരിയർ റിവ്യൂയേക്കാൾ ഇതിന് പവറും കൂടുതലാണ്. ഇതാണ് VF7ൻ്റെ കാര്യം. ഇനി നമുക്ക് VF6 കിടക്കാം. VF6 എന്ന് പറയുമ്പോൾ VF7ൻ്റെ തന്നെ ഒരു ചെറിയ വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ സൈസ് വൈസ് ഒക്കെ വണ്ടി വളരെ ചെറുതാണ്. 4.23 മീറ്റേഴ്സിനടുത്താണ് ഈ വാഹനത്തിന് ലെങ്ത്ത് വരുന്നത്. സോ നമ്മുടെ ക്രെറ്റ, സെൽട്ടോസ് ആ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളെക്കാൾ വരെ കുറച്ചും കൂടെ ചെറുതാണ് ഈ വാഹനത്തിന് ലെങ്ത്ത് വരുന്നത്. വിട്ടും 1.8 മീറ്റേഴ്സിനടുത്തായിട്ടാണ് വരുന്നത്. ഈ വണ്ടിയുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഏകദേശം 30 lakhs-നടുത്താണ്. അത് ഇത്തിരി കൂടുതലാണ്, വില വരുമ്പോൾ നമുക്ക് നോക്കാം എത്ര ആവും എന്നുള്ളത്. ഇതിനകത്തും ഫീച്ചേഴ്സിന് അങ്ങനെ കാര്യമായിട്ടുള്ള കുറവൊന്നുമില്ല. സ്ക്രീനിൻ്റെ സൈസ് ചെറുതാണെന്നുള്ളൂ. മറ്റേ 15 ഇഞ്ച് ആണെങ്കിൽ ഇതിനകത്ത് 12.9 ഇഞ്ചാണ് കിട്ടുന്നത്. പക്ഷേ HUD ആയിക്കോട്ടെ, വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ പാനോറാമിക് ഗ്ലാസ് റൂഫ്, ഡ്യുവൽ സോൺ AC, നമ്മുടെ ഇലക്ട്രിക് സീറ്റ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിലൊന്നും പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ബാറ്ററിയുടെ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിലും 59.6 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് രണ്ട് പവർ ഫിഗേഴ്സ് അവൈലബിൾ ആണ്. ഈ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവിൽ മാത്രമേ വരുന്നുള്ളൂ. ഓൾ വീൽ ഡ്രൈവിൽ ഈ വണ്ടി അവൈലബിൾ അല്ല. പക്ഷേ നോർമൽ വേരിയൻറ്റ്, അതായത് ഇക്കോയും പ്ലസും ഉണ്ട്. ഇക്കോ എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് 174 bhpയും 250 Nm ടോർക്കുമാണ് കിട്ടുന്നത്. അതിന് 400 km WLTP ക്ലെയിംഡ് റേഞ്ച് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അത് നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിലും പവർ നമ്മുടെ VF7ൻ്റെ അത്രയും കിട്ടും, അതായത് അതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിന് അത്രയും കിട്ടും. 201 bhp 310 Nm ടോർക്കും. ആ മോഡലിന് 0 to 100 എത്താൻ 8.86 seconds മതി. അതും കുറച്ച് സ്ലോ ആണ് കമ്പാരിറ്റീവ്ലി, കാരണം നമുക്ക് ആ പ്രൈസ് പോയിന്റ് ലെവലും സ്പീഡിൽ പോകുന്ന വേറെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ക്രെറ്റ EV ഒക്കെ 7.9 സെക്കൻഡ്സിലാണ് 0 to 100 എത്തുന്നത്. എനിവേ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ബാറ്ററി പാക്കും 60 kWh ഉള്ളൂ. അതും കുറച്ച് കുറവാണ്, കാരണം again നമുക്ക് B6ൻ്റെ ഒക്കെ 59 kWh ബാറ്ററി പാക്കുള്ള മോഡൽ ഇതിലും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ പ്രൈസ് അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. ഇനി നമ്മുടെ അടുത്ത വണ്ടി പുതിയ Thar ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ വരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാസത്തേക്ക് ഈ വണ്ടിയുടെ ടീസേഴ്സും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത്. ലോഞ്ച് എക്സാക്ട്ലി നടക്കും എന്ന് പറയുന്നില്ല, പക്ഷേ അൺവെയിലൊക്കെ ഒരു പരിധി വരെ നടക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ടെസ്റ്റിങ്ങിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. താർ റോക്സുമായിട്ട് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ 3 door താറിൻ്റെ അപ്ഡേറ്റ് ആണ്, ഡെഫിനറ്റ്ലി റോക്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ റോക്സുമായിട്ട് സിമിലർ ആയിട്ട് വരും. അലോയ്സിന് ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ബാക്കി അങ്ങനെ വലിയ ഡിസൈൻ ചേഞ്ച് ഒന്നുമില്ല. ടെയിൽ ലാംപ്സിനും ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അതുമാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വ്യത്യാസം വരുന്നത് ഇൻറ്റീരിയറിൻ്റെ അകത്ത് നമുക്ക് 10.25 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്റർ വ്യത്യാസം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വീല് വ്യത്യാസം വരുന്നുണ്ട്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഓട്ടോ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേയൊക്കെ ഫീച്ചേഴ്സ് റോക്സിൻ്റെ ഇതിനകത്ത് കിട്ടും എന്ന് പറയുന്നു. 360° ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ്, അത്രയൊക്കെ ഫീച്ചേഴ്സിലോട്ട് പോകുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം അത് റോക്സ് അവർ ഇത്തിരി പ്രീമിയം വണ്ടിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊടുത്താണ്. ഈ വണ്ടിയിൽ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹാർഡ് കോർ ഓഫ് റോഡൊക്കെ പോകുമ്പോഴേക്കും ഇത്ര ഇലക്ട്രോണിക്സ് വരുമ്പം ചിലപ്പം ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ എന്തായാലും നമ്മൾ കണ്ടറിയേണ്ടി വരും. ഏതായാലും ഓവറോൾ നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സിൻ്റെ ഓവർഹോൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം വോൾവോയുടെ EX30 ആണ്. ഈ വണ്ടി ഇവർ കഴിഞ്ഞ മാസം അൺവെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പെക്സ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാം, പക്ഷേ ഇതുവരെ പ്രൈസ് വന്നിട്ടില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ വോൾവോയുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് SUV ഇതായിരിക്കും. EX40 തന്നെ ഇപ്പോൾ ഏകദേശം 50 lakhs-ൻ്റെ അടുത്ത് എക്സ്ഷോറൂം പ്രൈസിലാണ് വരുന്നത്. സോ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഏകദേശം 45 lakhs-ന് അടുത്താണ്. നമ്മുടെ BMW X1 ഇലക്ട്രിക്കിനെ അണ്ടർകട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ വണ്ടിയുടെ പ്രൈസ് വരാൻ പോകുന്നത്. പക്ഷേ ഇത് ടെക്നിക്കലി ഒരു പ്യുവർ ചൈനീസ് കാറാണ്. വോൾവോയുടേതായിട്ടുള്ള പ്രത്യേകിച്ച് ടച്ചസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പക്ഷേ ക്വാളിറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പവറും അത്യാവശ്യം നന്നായിട്ടുണ്ട്. 272 bhp ഒക്കെ വരുന്നുണ്ട്. 0 to 100 ജസ്റ്റ് 5.8 seconds എന്തോ എടുക്കുന്നുള്ളൂ. ഭയങ്കര ഫാസ്റ്റാണ് ഈ വണ്ടി. നമ്മുടെ 286 bhp വരുന്ന B6-നേക്കാളും വരെ ഈ വണ്ടി ഫാസ്റ്റാണ്. അത് റിയർ വീൽ ഡ്രൈവും കൂടിയാണ് ഈ വണ്ടി. ക്ലെയിംഡ് റേഞ്ച് 480 km ആണ്. ഏകദേശം 425-ന് അടുത്താണ് റിയൽ ലൈഫിൽ കിട്ടുന്നത്. അതും വലിയ കുഴപ്പമില്ല. മൊത്തത്തിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ആ ഒരു ക്വാളിറ്റിയുടെ കോംപ്രമൈസ് ആണ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം.
അതിപ്പം BMW X1 എടുത്താലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഇലക്ട്രിക് ആണെങ്കിലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഈ വണ്ടി അറ്റ്ലീസ്റ്റ് റിയർ വീൽ ഡ്രൈവെങ്കിലും ഉണ്ട്. എന്തായാലും ഗൈസ്, ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 6 പുതിയ വാഹനങ്ങൾ. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏത് വണ്ടിക്കാണ് എന്ന് താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.